ശംഭു എടാ നീ ഇതുവരെ റെഡി ആയില്ലേ? ഇത് എന്തൊരു ഒരുക്കോ ഇത്? ഓ ഇത് മതിയാ? എടാ നീ ഇത്രയും നീ ഒരുങ്ങി എങ്ങോട്ടാണ് പോകുന്നേ? അല്ല അമ്മയുടെ ഞാൻ പറഞ്ഞല്ലേ ട്യൂഷൻ ക്ലാസ്സിൽ ഗെറ്റ് ടുഗദർ. ഗെറ്റ് ടുഗദർ ഭയങ്കര ഒരുക്കമായി പോയല്ലോ. അമ്മ ഇതൊക്കെ ഒരു മെമ്മറബിൾ ഈവന്റ് അല്ലേ, അപ്പൊ നമ്മൾ ടിപ് ടോപ്പ് ആയിട്ട് പോകണം. മതി ഇത്ര ടിപ് ടോപ്പ്, ഇറങ്ങാൻ നോക്കാം പെട്ടെന്ന്. അല്ല അമ്മ എനിക്കൊരു സഹായം വേണമായിരുന്നു. ഐസയുടെ കാര്യമാണ് എന്റെ പൊന്നു മോനെ എന്നോട് ചോദിക്കേണ്ട. അച്ഛൻ രാവിലെ പോണതിന് മുമ്പ് നിനക്ക് ചോദിക്കായിരുന്നല്ലോ. അയ്യോ അതല്ല, ഞാനേ മുടി ഈ സൈഡ് ഒതുക്കണോ അതോ ഈ സൈഡ് ഒതുക്കണോ? എന്റെ ഒരു അഭിപ്രായത്തിൽ നീ മുടി ഒതുക്കുകയോ ചെയ്യരുത്. എനിക്കറിയായിരുന്നു അമ്മ ഇങ്ങനെ പറയത്തുള്ളൂ. അതാണ് അമ്മ ഓൾഡ് സ്കൂൾ അല്ലേ. എടാ ഓൾഡ് സ്കൂൾ ആയിരുന്നെങ്കിൽ ഞാൻ നിന്റെ തല നിറച്ച എണ്ണയും വെച്ചിട്ട് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് വകുപ്പെടുത്ത് ഇങ്ങനെ പറ്റ ഒട്ടിച്ചു വിട്ടാനെ, മനസ്സിലായ? അത് വേണ്ട. അത് വേണ്ട, എന്നാ ഇറങ്ങ്. വാ. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഇവിടെ. വേറെ പരിപാടിയൊന്നും ഇല്ല അമ്മ. തിന്നും ഫോട്ടോ എടുക്കും, ഒരു വിന്റേജ് പ്രോഗ്രാം. വിന്റേജ് പ്രോഗ്രാം. അമ്മ ഇത് നോക്കാമോ, ഒരു തരത്തിൽ ഒരു സ്വസ്ഥത തരുന്നില്ല. ആശുപത്രി പോണം പറഞ്ഞോണ്ടിരിക്കുക. അതിനെന്താ കണ്ണ, അമ്മൂമ്മ കൊണ്ടുവല്ലോ കണ്ണനെ. അമ്മമ്മയുടെ പണിയെല്ലാം തീർത്തിട്ട് നമുക്ക് വൈകുന്നേരം പോവാം കേട്ടോ. അയ്യ അത് വേണ്ട, വേറൊരു ഐഡിയ ഉണ്ട്. ഞാൻ ഇപ്പൊ ചെന്നിട്ടേ അമ്മൂമ്മ ഹോസ്പിറ്റൽ വരുമല്ലോ, അപ്പൊ ഞാൻ തിരിച്ചിങ്ങോട്ട് വരാം അമ്മൂമ്മയുടെ കൂടെ. മക്കളെ അതൊരു പ്രശ്നമുണ്ട്. അവിടെ ചുമ്മാ ചെന്ന് കഴിഞ്ഞാലേ അവര് പിടിച്ച് സൂചി കുത്തും. അങ്ങനെ പിള്ളേരെ കുത്തുന്ന സൂചി ഒന്നും ഇല്ല. ആര് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ കൊച്ചു പിള്ളേരൊക്കെ പിടിച്ച് കുത്തുന്നത്. അയ്യ അങ്ങനൊന്നും ഇല്ല സുമേഷ് അമ്മ കേട്ടിട്ടില്ലേ അമ്മ? കണ്ടോടാ അങ്ങനത്തെ സൂചി? അവിടെ വലിയവരെ കുത്തുന്ന സൂചി മാത്രമേ ഉള്ളൂ, പിള്ളേരെ കുത്തുന്ന സൂചി ഇല്ല. ഉണ്ട് അവിടെ ഉണ്ട്. ഇല്ല ഉണ്ട് ഇല്ലാന്ന്. കണ്ണൻ വറിയാതെ വൈകുന്നേരം അമ്മൂമ്മ കൊണ്ടുപോകാം കേട്ടോ. തൽക്കാലം കണ്ണൻ പോയി കളിക്കിപ്പോ ചെല്ലേ. വേണ്ട, എനിക്ക് ഇപ്പൊ പോയിട്ടേ അച്ഛനെയും കുഞ്ഞാവേനെയും അമ്മേനെയും കാണണം. നീ ഇതുവരെയായിട്ട് അവരെ കണ്ടിട്ടില്ലേ? അച്ഛനും അമ്മേനെയും കണ്ടിട്ടുണ്ട്, പക്ഷെ കുഞ്ഞാവേനെ ഞാൻ കണ്ടില്ലല്ലോ. അതല്ലേ കണ്ണനോട് പറഞ്ഞേ കുഞ്ഞാവിനെ കൊണ്ട് കാണിക്കാന്നാ. ഇപ്പൊ ചെല്ല. അച്ഛൻ എന്തിയാ രാവിലെ തൊട്ട് കാണുന്നില്ലല്ലോ? ഇപ്പോഴാണോ എന്റെ മോൻ അച്ഛനെ പറ്റി അന്വേഷിക്കുന്നേ? ഇവിടെ ആശുപത്രിയിലോട്ട് ഭക്ഷണം കൊണ്ടുപോണ്ടേ, അതിനുള്ള സാധനം മേടിക്കാൻ പോയിരിക്കുക. നീയൊക്കെ ഉണ്ടായിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോടാ. അല്ല അതെന്തായാലും കാര്യമായി. ഞാനല്ലെങ്കിൽ ഞാൻ പോയിട്ട് വന്നേനെ. നാണോ ഇല്ലല്ലോടാ ഇങ്ങനെയൊക്കെ പറയാൻ, ആ പാവം മനുഷ്യനായിട്ട് ഓടിക്കാൻ. അമ്മ എന്തിനാ നാണിക്കുന്നത്? അമ്മ ഈ പ്രായ മനുഷ്യർ വീട്ടിൽ ഇരുന്നൂടാ, അവരിറങ്ങി വ്യായാമമൊക്കെ ചെയ്യണം. അല്ല വീട്ടിൽ ഇരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ വരും. എന്റെ പൊന്നുമോൻ അച്ഛനെ പറ്റി ഇത്രയും കൺസേൺ ഉണ്ടായിരുന്നാ? അച്ഛനെ പറ്റി മാത്രമല്ല അമ്മച്ചിയെ പറ്റി ഉണ്ട് ഈ കൺസേൺ. അമ്മച്ചി പറഞ്ഞേ അമ്മ നാലോചിക്കും. അമ്മച്ചിക്കൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് മുഖമൊക്കെ ചുളുങ്ങി മുടിയൊക്കെ നരച്ച് ഒരുമാതിരിയൊക്കെ ഇരിക്കത്തില്ലേ? പോടാ അവിടുന്ന്. എനിക്ക് മുടി നരക്കത്തും വയസ്സാകത്തൊന്നുമില്ല അല്ലേ കണ്ണാ? ഇവൻ എന്നെ ഇങ്ങനെ കാണുന്ന ഇഷ്ടം അല്ലേ കണ്ണാ? എന്തായാലും ഞാൻ പോകുന്നു. എന്തുവാ കണ്ണാ, അച്ഛനും അമ്മയും കുഞ്ഞുവാവയും കൂടെ കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരികയല്ലേ, അപ്പൊ കണ്ടാ പോരെ? മക്കളെ ഇവിടെ ഇരി. എന്നിട്ട് അച്ഛമ്മയ്ക്ക് ഒരു തരത്തിലും ചെവിയും തലം കൊടുക്കരുത്. തിരുന്ന് അലച്ചോണ്ടിരുന്നോ കേട്ടോ. പോടാ ചെറുക്ക അവിടുന്ന്. ചൂണ്ടകൾ സുമേഷിന്റെ ചൂണ്ടകൾ ശൃംഗാര ചോദിക്കണത്. ഗെറ്റ് കുതിരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഗെറ്റ് കുതിര എങ്ങനെ ഉണ്ടായിരുന്നു? ഇരി. ഗെറ്റ് കുതിര സ്കൂളിൽ ഗെറ്റ് കുതിര എങ്ങനെ ഉണ്ടായിരുന്നു? സ്കൂളിലെ ഗെറ്റ് കുതിര ട്യൂഷനിലെ ഗെറ്റ് ടുഗദർ. ട്യൂഷനിലെ ഗെറ്റ് ടുഗദർ കൊള്ളായിരുന്നു. ആണോ? നീ എന്താ പരിഗണന? ആര്? ഞാൻ പരിങ്ങൊന്നുമില്ല. അടിപിടി ഉണ്ടായി. അടിച്ച് അവിടുന്ന് അടിപിടി ഉണ്ടായി. ആരടിച്ച്? അടിപിടി ഉണ്ടായി. ചിറ്റപ്പാതൊന്നുമില്ല, ഞാൻ വന്ന വഴിക്ക് ചൂടായോണ്ടേ ഞാൻ പോയി കുളിച്ചിട്ടില്ല. നീ ചൂടത്ത് ബട്ടൺസ് ഒക്കെ ഇട്ടുണ്ടോ? എന്തിനാ ശംഭു നീ ബട്ടൺസ് ഒക്കെ ഇട്ട് ചൂടത്ത് എന്തിന്? അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? ഇവിടെ വന്ന് നിരുന്നേ, ചോദിക്കട്ടെ. സത്യം പറ എത്ര അടി കിട്ടി, എത്ര എണ്ണം കൊടുത്ത്? നീ പറ. അവിടെ ഇടിപിടിയൊന്നും ഉണ്ടായില്ല, ഞാൻ ഹാപ്പിയാണ്. കണ്ടില്ലേ നിന്റെ മോന്ത കണ്ടാറിയാ നീ ഹാപ്പിയെന്ന്? അതാ ഞാൻ ചോദിച്ചത് എത്ര എണ്ണം കിട്ടി, എത്ര എണ്ണം കൊടുത്തെന്ന്. അടിപിടിയൊന്നും ഉണ്ടായില്ലെന്ന്. എന്നാ കഴുത്തിന്റെ ബട്ടൺസ് ഒന്ന് അഴിച്ചേ. ഉര ബട്ടൺസ് ഉര. ഇടിയുടെ ആഴം പവർ നോക്കി ആളെ കണ്ടുപിടിക്കുന്ന ഒരു കഴിഞ്ഞ കാലം സുമേഷിനുണ്ടായിരുന്നു. ഇനിയിപ്പോ അഴിക്കണം. അഴിക്കണം. അടി അത് വേണോ? വേണം. അരി കൈ കുത്തിക്ക. അരി അരി വേണ്ട, പുറത്തുനിന്ന് ഊരാലോ. ഊര് രണ്ടെണ്ണം അരി. അരി ശംഭു. ചിലപ്പോ സത്യമായിട്ട് ഇത് എങ്ങനെ സംഭവിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. ശംഭു